അപ്പം മുത്തേ എല്ലാവർക്കും ഓരോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മുത്തേ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ നമ്മുടെ 4000 വാച്ചവർ മാറ്റിയിട്ട് അതിനെ 8000 വാച്ചവറാക്കി. അതേപോലെ തന്നെ 10 മില്യൺ ഷോർട്ട് വീഡിയോസ് മാറ്റിയിട്ട് ഇപ്പോൾ 20 മില്യൺ ആകാൻ പോകുന്നു. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ഇതൊക്കെ മാറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പം മുത്തേ എന്നെപ്പാടുള്ളവർക്കൊക്കെ പണി കിട്ടി, 8ൻ്റെ പണിയിൽ കിട്ടി. അപ്പം ഇനി എൻ്റെ ഒരു മൈൻഡിൽ എങ്ങനെ സെറ്റ് ചെയ്ത് പ്ലാൻ പറഞ്ഞാൽ ഒരു 5K സബ്ബൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെയായിരുന്നു നല്ല മൈൻഡ്. പക്ഷേ ഇപ്പം ഇങ്ങനെയൊക്കെ പണി കിട്ടിയതുകൊണ്ട് നല്ലൊരു കിടിലം പണിയായിട്ട് അടുത്ത വർഷം മുതൽ യൂട്യൂബ് ചെയ്യണം. അപ്പോൾ പരമാവധി ഈ ഒരു 4-5 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും 4000 വാച്ചവർ അടിക്കണം. അടിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ 4000 അല്ല 8000 വാച്ചവർ എന്തെങ്കിലുമൊക്കെ അടിക്കണം. അപ്പോൾ ആമത്തെ ഇനി മുതൽ നമ്മൾ ഡെയിലി ഒരു ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. ലോങ് വീഡിയോസ് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡെയിലി ഓൺ വോയിസിൻ്റെ വീഡിയോസ് അല്ലെങ്കിലും നമ്മൾ ഇവിടുത്തെ റീലില്ല, നമ്മൾ റിയാക്ഷൻ ചെയ്ത് വരില്ല. അത് നമ്മൾ ഒരു ഫേസിൽ സെക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം സൈഡ് നമ്മൾ ഇതേപോലത്തെ ലോങ് ഒരു 5-6 ഡെയിലി വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. കാരണം ഇനിയിപ്പോൾ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെയെങ്കിലൊക്കെ 8000-ന് മേലെ ഫെബ്രുവരിനുള്ളിൽ നമ്മൾ അടിക്കണം. അടുത്ത വർഷം 2026 ഫെബ്രുവരി 8000 വരെ എന്തായാലും അടിക്കണം. അടിച്ചില്ലെങ്കിൽ പിന്നെ നല്ലൊരു കിടിലം പണിയാണ് യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് സത്യമാണോ എന്നറിയില്ല. കുറേ ഇൻഫ്ലുവൻസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ ഇൻഫ്ലുവൻസ്മെന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും സത്യമായിരിക്കും. പിന്നെ അതിനകത്തെ പിന്നെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ലൈവ് സ്ട്രീമിങ് തുടങ്ങാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു മൈൻഡ്. ലൈവ് സ്ട്രീമിങ് തുടങ്ങണം. അപ്പം ഞാൻ ഇന്നിരുന്ന് ഹാഷ്ട്രോൻ്റെ വീഡിയോ നോക്കി. ഹാഷ്ട്രോൻ്റെ വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞത് എല്ലാവരും ലൈവ് സ്ട്രീമിങ് മുത്തേ മിനിമം തുടങ്ങി വന്നിരിക്കുക PC ആണ്. ആളെ മുത്തേ. അപ്പം എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ മൈക്ക് പോലും വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം. പിന്നെ നമുക്കൊന്നും PC വാങ്ങാനും പറ്റൂല. അപ്പം എല്ലാം എനിക്കറിയാം, നമ്മൾ കഷ്ടപ്പെടണം. കാരണം ഏത് പണിയായിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് സിമ്പിളായിരിക്കില്ല. നമ്മൾ അതിനനുസരിച്ച് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ നമ്മുടെ ഒരു ലെവലിൽ എത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്കാണെങ്കിൽ എൻ്റെ ഒരു സൈഡ് കാണിച്ചു തരാം. എൻ്റെ ഒരു എങ്ങനെയാണ് എൻ്റെ ഒരു സ്ട്രീമിംഗ് റൂമിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നത്. പക്ഷേ ഇപ്പം ഇങ്ങനത്തെ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ ഷോർട്സ് മാത്രം ഇട്ടിട്ടൊന്നും കാര്യമില്ല. അത് പിന്നെ 8000 വാച്ചവർക്ക് ആണെങ്കിൽ 8 കൊല്ലമൊക്കെ ആകും. എന്നാലും 8000 ഉള്ളു. പിന്നെ അതൊരു 8 കൊല്ലത്തിനുള്ളിൽ പിന്നെ ഇനി യൂട്യൂബിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുവെന്ന് പോലും നമുക്ക് അറിയില്ല. അപ്പോൾ പരമാവധി നമ്മൾ വീഡിയോസ് ഇനി ലോങ് വീഡിയോസ് അപ്ലോഡ്, പിന്നെ അതുപോലെ തന്നെ ലൈവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇല്ല, മാസത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ മാസത്തിലൊരിക്കൽ നമ്മളിപ്പോൾ ലൈവിൻ്റെ ഒരു പ്ലാൻ എത്തിയിട്ടില്ല. അപ്പോൾ ലോങ് വീഡിയോ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തു. അപ്പം ഇനി ഒരു ഡെയിലി ലോങ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. കാരണം ലോങ് വീഡിയോ എന്തായാലും ഒരിക്കലും വ്യൂസ് കയറൂല എന്നറിയാം. ഒരിക്കലും ലോങ് വീഡിയോ വ്യൂസ് ഞാൻ ഇതിന് മുന്നേ ലോങ് വീഡിയോ ഇട്ടാണ്, എനിക്ക് എന്തായാലും വ്യൂസ് കയറുമെന്നറിയാം. പിന്നെ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ M40 ജിയോ മച്ചാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ജിയോ മച്ചാൻ്റെ ഓൾഡസ്റ്റ് വീഡിയോയിലൊക്കെ ജിയോ മച്ചാൻ്റെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ മൊത്തം 3 വ്യൂസ്. ഒന്ന് ജിയോ മച്ചാനും പിന്നെ നമ്മുടെ ക്യാമറയിൽ M40 നാളായിട്ടുള്ള നമ്മുടെ പ്രവീൺ മച്ചാനും പിന്നെ മൂന്നാമത്തത് ഏതൊരു ഭാഗ്യഹാൻ എന്നാണ് ജിയോ മച്ചാൻ ഏതൊരു ഇന്റർവ്യൂ ഏതൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം എൻ്റെ സബ്സ്ക്രൈബർമാർ എന്തായാലും വീഡിയോ കാണുമെന്ന് നമുക്ക് അറിയില്ല. കാരണം എന്നെ അത്രയും കാലം സപ്പോർട്ട് ചെയ്തതിൻ്റെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം എന്തായാലും 0 വ്യൂസ് ഒന്നും ആവില്ല. എൻ്റെ വീഡിയോ ആരും കണ്ടില്ലെങ്കിൽ ഞാൻ കാണും. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടല്ല. രക്ഷപ്പെടും, ഉറപ്പായി രക്ഷപ്പെടും. അപ്പം എന്തായാലും പറയാമത്തെ ഞാൻ പറയാം, യൂട്യൂബ് ഫീൽഡിലൊക്കെ സിമ്പിളാണ്. വെറുതെ വീട്ടിലിരുന്നിട്ട് വളാണെന്ന് പറഞ്ഞാൽ ഐസിൻ്റെ കണ്ടത്ര ആട്ടുകളൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. ഇത് എല്ലാത്തിനും കാരണമാവട്ടെ ആ തൊപ്പിൻ്റെയൊക്കെ വീഡിയോയുടെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത പൈസ ഉണ്ടാക്കുക അത് അത്ര ഒരു മാറ്റർ അല്ല, അതൊക്കെയാണ് ഞാൻ വന്നത്. തൊപ്പിൻ്റെ ഓരോ പൊരുത്തക്കെട്ട് വീഡിയോ കണ്ടിട്ടും അതിന് മൊത്തം പിന്നീട് ഈ ഫീൽഡിലേക്ക് വന്നപ്പോഴാണ് അതിൻ്റെ റിസ്ക്കുകളൊക്കെ മനസ്സിലായി. എങ്ങനെ ലൈവ് മൊത്തം ഞാനിന്ന് ഉച്ചയ്ക്കിരുന്ന് എങ്ങനെ ലൈവ് ഉള്ളത് ഞാൻ കണ്ടു. എങ്ങനെയാണ് കണ്ടന്റ് ലൈവ് സ്ട്രീമിങ്, ഗെയിം ലൈവ് സ്ട്രീമിങ് ചെയ്യുന്നത് മൊത്തം ഞാൻ കണ്ടു. അതിൽ ഹാഷ്ട്രോ പറഞ്ഞൊരു കാര്യം, അയ്യോ നമുക്കൊക്കെ ലാപ്പിൽ എനിക്ക് ഒന്ന് ലാപ്പ് എന്ന് പറഞ്ഞാൽ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ എക്സാമാണ് അത് യൂസ് ചെയ്തത്. പിന്നെ എനിക്ക് ലാപ്പിലൊന്നും അറിയില്ല. ഹാഷ്ട്രോക്കെ പറഞ്ഞോ അയ്യോ അത് നമുക്ക് അരമണിക്കൂർ വീഡിയോ തോന്നുള്ളൂ. പക്ഷേ ഉദ്യോഗം മണ്ടേ കയറ്റാൻ പറ്റുന്നില്ല. ഇത്രയും ഹാഷ്ട്രോ എന്ന് പറഞ്ഞു ഒരു 15 സെക്കൻഡ് ഒരു 1/4 മണിക്കൂറോളം നമ്മൾ ലൈവ് സ്ട്രീം തുടങ്ങി മുന്നേ നമ്മൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കണം. കമ്പ്യൂട്ടറിൻ്റെ ഫോൺ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്താൽ പിന്നെ ഒരു കൂടി നോക്കണം എന്നാണ് ഹാഷ്ട്രോ പറയുന്നത്. കാരണം അന്നത്തെ നമുക്ക് ലൈവ് ഇടാൻ പറ്റില്ല. കാരണം അത്രത്തോളം ജനങ്ങളെ കാണുന്നൊരു വീഡിയോ അല്ലേ. അയ്യോ സമ്മതിക്കണ്ട ലൈവ് ഇടണം. അപ്പോൾ അമ്മ ലൈവ് ഇടണം വേണ്ടി കമന്റ് ചെയ്ത് അതിന് പറഞ്ഞ കമന്റിക്കാർ കണ്ടെത്തറിയൊക്കെ പറയുമ്പോഴേ അപ്പോൾ അവർ എത്രത്തോളം റിസ്ക് എടുത്തിട്ടായിരിക്കും. അപ്പോൾ അയ്യോ സമ്മതിക്കണ്ട ലൈവ് ഇടണം തന്നെ. പിന്നെ മൊത്തേ അതിൻ്റെ കഷ്ടപ്പാട് അതൊരു കഷ്ടപ്പാടിനാണ്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ മൊത്തേ കഷ്ടപ്പെടണം കേട്ടോ. ഇത് യൂട്യൂബ് എന്നല്ല, നമ്മൾ എന്തെല്ലാം പണിയെടുത്താലും എന്തൊക്കെ ചെയ്താലും കഷ്ടപ്പെട്ടാൽ തന്നെ നമ്മളൊരു
എനിക്ക് മനസ്സിലായി. പിന്നെ ഷോർട്സ് അല്ല, അപ്പോൾ നമ്മളെ പരമാവധി ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ കമ്പനികളിൽ ലൈവിനെ കുറിച്ച്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഒരു അഭിപ്രായം പറയുന്നത് എന്താ വെച്ചാൽ ലൈവ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഗെയിമിൻ്റെ ആയിരിക്കും, ഇല്ലെങ്കിൽ നമ്മളെ പൊപ്പിനെ ഇൻസ്പിറേഷൻ ചെയ്തിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പോൾ കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങളെന്ന് കമ്പനി ഗെയിമിങ്ങിൻ്റെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയാലും PC വാങ്ങണം, അത് വേറൊരു കാര്യം. എങ്ങനെയാലും PC വാങ്ങണം, അതിന് എന്തെങ്കിലും കയ്യൊക്കെ വിളിച്ചൊക്കെ വാങ്ങിക്കണം, അതല്ല. അപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണോ അതാ ഗെയിമിങ്ങിൻ്റെ ഇടണോ എന്നൊക്കെ നിങ്ങളെ കമ്പനി. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഡെയിലി നമ്മുടെ ലോങ് വീഡിയോസ് ചിലപ്പോൾ പരമാവധി വീഡിയോസൊക്കെ ഉണ്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ 1K അത്രയും കുഴപ്പമില്ലാതെ 1K അടിച്ചപ്പോൾ കുഴപ്പമില്ലാതെ റീച്ചാർജ് സബ്ബൊക്കെ ഉണ്ട്. അപ്പോൾ പഴയ ഷോർട്സിനൊന്നും അയ്യോ അല്ലെങ്കിൽ എനിക്കിൻ്റെയൊക്കെ ഒരു 2 സെക്കൻഡ് 3 സെക്കൻഡ് ആകുമ്പോഴേക്കൊക്കെ 50 മേലെ വ്യൂസ് വന്നത്. ഇപ്പോൾ 8 സെക്കൻഡ് 10 സെക്കൻഡ് 15 സെക്കൻഡ് ആയ പോലും 2-3 വ്യൂസ് അന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താണെന്നറിയില്ല, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനുകൾ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടോ, യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷനോ എന്തെങ്കിലുമൊക്കെ വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല ഡള്ളാണ്. പരമാവധി കിട്ടുന്നില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്നത് ലോങ് വീഡിയോസ് ഒക്കെ വ്യൂസ് കിട്ടുന്നത് അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഒരു വീഡിയോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം, നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ്. പിന്നെ ഒന്നാമത് മെയിനായിട്ടൊരു കാര്യം പറയാൻ വന്നത് വേറൊന്നുമല്ല. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ കൂടുതലും ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വേറെയായിട്ടുള്ള ന്യൂസുകൾ നമുക്ക് കിട്ടുന്നത് കൂടുതലും പകലാണ്. അപ്പോൾ പകലായിട്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, എൻ്റെ ഈ ഒരു ഗെയിമിംഗ് റൂമിൽ ഞാൻ ഗെയിമിംഗ് റൂം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗെയിമിംഗ് റൂമിൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ജനൽ എനിക്കൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം വെയിലടിക്കും തോറും നമ്മുടെ വീഡിയോയിൽ ലൈറ്റ് ഇട്ടാൽ പോലും വെയിലടിക്കുന്നതോറും നമ്മുടെ ഫേസ് അത്ര ക്ലിയറായി കാണില്ല. പിന്നെ ഇരുട്ടാകുമ്പോഴേക്കും എല്ലാ യൂട്യൂബർമാരും അതിൻ്റെ റിവ്യൂ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് ലൈറ്റ് ആവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഓൺ വോയിസ് ഇത് എക്കോ ആയിട്ടാണ് കേൾക്കുന്നത്. കാരണം അതിൽ പറയാൻ കാരണം മൈക്കില്ല. ഒന്നാമത് എൻ്റെ കയ്യിൽ മൈക്കില്ലാത്തതുകൊണ്ടാണ് എക്കോ ആയി കേൾക്കുന്നത്. അത് നല്ലപോലെ അറിയാം. അപ്പോൾ ഇനിയിപ്പോൾ ഇനി ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇരുട്ടത്തന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ മുമ്പ് വെച്ച് ഫുള്ളായി ഒന്ന് കവർ ചെയ്താൽ തന്നെ ഇനി അത് പറ്റും. ഇല്ലെങ്കിൽ അമ്മ ഈ പെട്ടെന്ന് ഈ ഉച്ച സമയം പല സമയത്തൊക്കെ ഈ ന്യൂസ് കിട്ടുന്നത് നമുക്ക് അതിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം റിയാക്ട് ചെയ്യാൻ സമയത്ത് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ വീട്ടിലെല്ലാ തിരക്കും എല്ലാവരും ഒക്കെ ഉറങ്ങിക്കായിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്നത്. അപ്പം അതൊക്കെ പറ്റാത്തൊരവസ്ഥ കൊണ്ടാണ് നമുക്ക് പരമാവധി വൈകുന്നേരം ആകുന്നത്. അതിനനുസരിച്ച് നമുക്ക് വ്യൂസ് ഒന്നാമത് കിട്ടുന്നുമില്ല. കാരണം വ്യൂസ് കിട്ടുന്നവർക്കാണ് എല്ലാവരും റിവ്യൂ പറയാനായിട്ട് അവസാനത്തെ റിവ്യൂ പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു വില ഉണ്ടാവില്ല. അത് എല്ലാവരുടെയും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഇനി നമ്മൾ ലോങ് വീഡിയോസ് കഴിയും. അപ്പം എൻ്റെ ഓഗി ചേട്ടനാ പറയുന്നത്. അപ്പം നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും പരമാവധി വീഡിയോ എത്ര ആൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അത്ര ആൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പരമാവധി നമ്മുടെ വീഡിയോസ് നല്ലപോലെ വൈറലാകട്ടെ. അപ്പോൾ നാളെ ആരൊക്കെയോ ആകേണ്ട ഒരാളായിരിക്കാം അല്ലേ, അങ്ങനെ ആകണമല്ലോ. അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോസ് നല്ലപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത്രയും സപ്പോർട്ട് കളിക്കാടിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞുള്ളിൽ തന്നെ 2K അടിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അപ്പം നിങ്ങളുടെ ഇതേപോലെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതിനകത്ത് 4 മാസമുള്ളൂ. 4, 2, 7 ഫെബ്രുവരിയിലാണ് അതിന് ന്യൂസ്. പിന്നെ ഒരു 4 മാസമുള്ളൂ. അതിനുള്ളിൽ എങ്ങനെയെങ്കിലൊക്കെ 2K നമുക്ക് അടിക്കണമത്തെ. അപ്പം നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് പോലെ ഉണ്ടാവും നമ്മുടെ ഇത്. അപ്പോൾ എല്ലാവർക്കും അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് അപ്പം പിന്നെ ഒരു കാര്യം ഒറ്റ വരും. മറ്റേ കുറേ ആൾക്കാരില്ല, ഞാൻ ഈ കമൻറ്റ് ചില സമയത്ത് തിരക്കായിരിക്കും. അപ്പം ഈ കമൻറ്റ് ഒന്ന് ചിലപ്പോൾ ലൈക്ക് ചെയ്ത് തിരിച്ച് കമൻറ്റ് റിയാക്ഷൻ ചെയ്യുന്നില്ല. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഒന്നെനിക്ക് വണ്ടിയോട്ടായിരിക്കും എനിക്ക് പുറത്തെവിടെയെങ്കിലായിരിക്കും. അപ്പോഴായിരിക്കും നിങ്ങളുടെ ഈ കമൻറ്റ് വരുന്നത്. അത് ഞാൻ ലൈക്ക് ചെയ്തിട്ട് പിന്നെ വൈകുന്നേരം നോക്കിക്കഴിയും. പിന്നെ നമ്മൾ വൈകുന്നേരം സമയത്ത് വീഡിയോ നോക്കിക്കഴിയുമ്പോൾ നിങ്ങളുടെ കമൻറ്റ് പോകും. അതെന്താണെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ യൂട്യൂബ് സെറ്റിങ്സ് എന്തെങ്കിലും ഓണാക്കാത്തതാണോ, അതെങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും. അതെനിക്കൊന്നാമത് സംഭവം എന്താണെന്ന് അറിയില്ല. പിന്നെ അതേപോലെ തന്നെ കുറേ ആൾക്കാർക്ക് ഞാൻ അങ്ങനെ തിരിച്ച് റിയാക്ഷൻ ചെയ്യുന്നത്, പക്ഷേ റിയാക്ട് കമൻറ്റ് ഇടുന്നത്, പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ കുറേ പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നോക്കാം. പിന്നെ അതുപോലെ ഞാൻ പരമാവധി എൻ്റെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം. അപ്പം നിങ്ങൾ അതിൽ കയറി ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആ കമൻറ്റ് ആയിട്ട് ഇട്ടോളെ. എനിക്ക് എന്താണെന്ന് പറയുക ഓപ്പണായി പറയണമെന്ന് വെച്ചാൽ അതിൽ കയറി പറയാം. അതാ പിന്നെ ഒരു സൗകര്യം തോന്നുക. പിന്നെ ആകുമ്പോൾ അതാ പിന്നെ നമുക്ക് എന്തുവാണെങ്കിലും അങ്ങോട്ട് പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഞാൻ കുറച്ച് പ്രോബ്ലങ്ങളുണ്ട്. കമൻറ്റ് ബോക്സ് മെയിനായിട്ട് നല്ല പ്രോബ്ലങ്ങളുണ്ട്. അത് പിന്നെ അത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. പിന്നെ ലൈവിൻ്റെ കാര്യം തന്നെ നിങ്ങൾ പറയാം. ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഈ റിയാക്ഷൻ വീഡിയോയ്ക്ക് മുന്നേ ഞാൻ ചെയ്തത് ഈ വ്ളോഗാണ് മൊത്തം. ഈ നമ്മൾ ഇങ്ങനെ വ്ളോഗ് എടുത്തിട്ട് നമ്മൾ വോയിസ് അറിയാമല്ലോ, നിങ്ങൾക്കറിയില്ല, റിപ്പോർട്ടിങ് വെച്ചാലും അതിൻ്റെയൊക്കെ അറിയണം. അപ്പോൾ അങ്ങനെയാണ് സംഭവം ഞാൻ ചെയ്തത്. പക്ഷെ അതിനൊക്കെ അവർ കുക്കിങ്ങിൻ്റെയാണ് നമ്മൾ ഇന്നും എടുത്തിട്ട് നമ്മൾ കാരണം. അപ്പോൾ അതിനൊക്കെ മൊത്തം ഞാൻ ഫസ്റ്റൊക്കെ ഒരു 100-300ഓളം വീഡിയോ അത് ഇട്ടു.
അപ്പോഴാണ് മനസ്സിലായത് അതിന് കഷ്ടപ്പാട് എന്താ, നമ്മളെ കൊണ്ടൊന്നും പറ്റൂല എന്ന് വെച്ചാൽ. പിന്നെയാണ് ഞാൻ റിയാക്ഷൻ വീഡിയോ ഒന്നാമത് ഞാൻ ഈ ഫീൽഡിലേക്ക് അറിയാതെ കാരണം ആഷ്കട്ടക്കാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആളെ കണ്ട് ഇൻസ്പിറേഷൻ ആയതാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വരാൻ കാരണം. അപ്പം പിന്നെ എപ്പോൾ കുഴപ്പമില്ല റിയാക്ഷൻ വീഡിയോ പെട്ടെന്നൊന്നും നമുക്ക് അറിയില്ലേ. പെട്ട ഒരു പരിപാടിയാണെന്ന് വെച്ചാൽ പെട്ടെന്നൊക്കെ സക്സസ് ആകും. ഒന്നില്ലെങ്കിൽ നമ്മൾ മമ്മൂട്ടി മോഹൻലാലിൻ്റെ മകനായിരിക്കണം, നമ്മളൊക്കെ പാവപ്പെട്ടവൻ്റെ മക്കളല്ലേ. അപ്പോൾ അത് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള അതേ ആ രംഗോട്ട് വരുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ പറയാമെന്ന് വെച്ചാൽ ലൈവിൻ്റെ കാര്യം ഒന്നാമത് പറയാമെന്ന് വെച്ചാൽ ഞാൻ അതിന് മുന്നേ 500 സബ് അടിച്ചപ്പോൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് ഇട്ടപ്പോൾ എനിക്ക് പരമാവധി 73 ആൾക്കാരോളം വ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ കമൻറ്റ് ബോക്സാണ് അതിൽ പ്രോബ്ലം വന്നത്. കമൻറ്റ് ബോക്സ് കാരണം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, ആൾക്കാർക്ക് ലൈവിൽ ഓപ്പണായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് കമൻറ്റ് ബോക്സിൽ അവർ തിരിച്ചൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ എൻ്റെ കൂട്ടിൽ വിളിച്ചാൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ്, അതെന്തോ നോക്ക് ലൈവ് ഇടുമ്പോൾ നോക്കുന്നുണ്ട്. അപ്പം അപ്പം അറിയാത്തതുകൊണ്ട് നമ്മൾ ആവേശത്തിൽ ലൈവ് ഇട്ടാണ്. പിന്നീടാണ് നമുക്ക് അതിൻ്റെ സിറ്റുവേഷനൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇനി നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് ഇനി നമ്മുടെ വീഡിയോസ് എല്ലാം ഇടുമ്പോഴും എല്ലാം ശ്രദ്ധിച്ച് നല്ല കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്തിട്ടൊക്കെയായിരിക്കും ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുമ്പോഴാണ് മൊത്തം ഈ ഒരു കാര്യം പറഞ്ഞത്. അവിടെ ഇതാണ് എൻ്റെ ഫോൺ, ഇതിലാണ് ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ മൊത്തം ഇതാണ് അവസ്ഥ. ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത് കാര്യം ഇതെല്ലാം കാര്യം ഞാൻ തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞാൽ ഒരു 2 മിനിറ്റ് 2.5 മിനിറ്റിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴില്ല, അത് പ്രോസസ്സിങ് ആകുമ്പോൾ ഫോൺ നല്ല ഹീറ്റാകും. ഇത് വിവോൻ്റെ 90 എന്നുള്ള മോഡൽ ഫോണാണ്. ഇതിൽ 8 GB RAM 2GB സ്റ്റോറേജ് ഉണ്ട്. ഇത് നല്ല ഹീറ്റാകും. അപ്പോൾ ഹീറ്റാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സ്വാഭാവികമായിട്ടും ടെൻഷനൊക്കെ താഴെ എറിയും. അങ്ങനെ ഞാൻ തന്നെ അറിഞ്ഞിട്ട് 4-5 വരെ ഡിസ്പ്ലേ പോയിട്ടുണ്ട്. പിന്നെ കുറേ പേര് കയ്യിൽ താഴെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഫോണിൻ്റെ അവസ്ഥ ഇങ്ങനെ. പിന്നെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവമാണ്. അതെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടാണ്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോണിൻ്റെ അവസ്ഥ ഇങ്ങനെ. പിന്നെ ഇതിലും പിന്നെ ഞാൻ ഐഫോൺ എന്താ ക്യാമറ ഇതിന് ആവശ്യമുള്ളൂ, വേറെ യൂസ് ഇല്ല. പിന്നെ ഇതൊക്കെ വെച്ചിട്ട് ലൈവ് സ്ട്രീമിംഗ് ഒക്കെ തുടങ്ങണം എന്ന് പറഞ്ഞാൽ അതിന് നല്ല റിസ്ക് ആണ്. PC എന്തായാലും എടുത്തിട്ട് വേണമെങ്കിൽ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ. അപ്പം പിന്നെ ഇതിലൊക്കെ ആകുമ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള റിസ്ക്കുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഞാനിപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും മൊത്തം കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാം. എന്തെല്ലാം തെറി വിളിച്ചാലും കുഴപ്പമില്ല, നമ്മൾ എല്ലാം സ്വീകരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പറ്റുന്നില്ല പറ്റുള്ളൂ, നിങ്ങളൊക്കെ പറ്റുന്നത് നിങ്ങൾ ചെയ്യുന്നത്, എന്നോട് പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഈ വീഡിയോ കുറവായിട്ടോ എന്തെങ്കിലും പറഞ്ഞ വാക്കുകൾ അബദ്ധത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് വീഡിയോ വൈൻഡ് ചെയ്യാൻ പോകണം. അപ്പോൾ വ്ളോഗിലേക്ക് അപ്പോൾ വൈൻഡ് ചെയ്യാൻ പോകുന്നു.